വൈകുന്നേരത്തെ ചായ അത്ര നിർബന്ധമില്ലെങ്കിലും രാവിലെ എണീറ്റ് വന്നപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കൽ നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ആ ഒരു ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഉമ്മ അവിടെ ഉണർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 2 പേർക്കും ഇങ്ങോട്ടുള്ള ചായയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ചായ മാത്രം ഉണ്ടാക്കിയാൽ പോരാ, കിച്ചണത്തെ എല്ലാ ജോലിയും നമ്മൾ തന്നെയാണ് കേട്ടോ. നാത്തുമാർ 2 വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കുക്കിങ്ങൊക്കെ ഇന്ന് നമ്മളെ ജോലിയാണ്. അവരുണ്ടെങ്കിൽ അവരാണ് കേട്ടോ കുക്കിങ്ങൊക്കെ ചെയ്യാറ്. അപ്പം ഇന്ന് കിച്ചണ് നമുക്ക് സ്വന്തമാണ് കേട്ടോ. അങ്ങനെ അതാ ചായക്കുള്ള വെള്ളം വെച്ചിക്കാണ്ട് തലേ ദിവസം കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിർത്ത് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തേക്ക് കൊണ്ട് വെക്കുകയാണ്. സ്ലാബൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കണത് കാണുന്നതന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ കിച്ചണിലൊക്കെ പണിയെടുക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലായിടത്തും എന്താ പറയുക ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത് കാണുന്നതാണ് ഇഷ്ടം. അങ്ങനെ അതാ ആ ഒരു പാത്രങ്ങളൊക്കെ കൊണ്ടുവച്ച് പിന്നെ ചോറ് വെക്കാനുള്ളതുകൊണ്ട് റൈസ് പോട്ടും ചെമ്പട്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് എടുക്കാനുള്ള പാത്രങ്ങളായതുകൊണ്ട് പിന്നെ അതാ അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആദ്യം ഉമ്മാക്ക് വേഗം ചായ കൊണ്ടെടുത്തു കേട്ടോ. ഉമ്മ ചായ കുടിച്ച പാടെ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ വീണ്ടും കിച്ചണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഉമ്മ ഇനി ഒരു 10 മണി 11 മണി ആ ഒരു ടൈമൊക്കെ ഉമ്മ എണീക്കുള്ളൂ. അപ്പോൾ എണീറ്റാൽ പിന്നെ കുളിപ്പിച്ചെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറാണ് കേട്ടോ. അപ്പോൾ അതാ ഉമ്മ വീണ്ടും ഉറങ്ങി, ഞാനിതാ വീണ്ടും കിച്ചണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് തലേ ദിവസത്തെ ചോറൊക്കെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. കുറച്ച് വേസ്റ്റൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കുകയാണ്. നമ്മൾ കിച്ചണിൽ ആദ്യം ഇറങ്ങിയാൽ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഈ വേസ്റ്റ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ഫുഡൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക. നമ്മളിവിടെ ചോറ് ഒക്കെ ബാക്കിയുണ്ടെങ്കിലും കഴിക്കാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. മയിലും ഇവരൊക്കെ വന്നിക്കാണ്ട് കഴിച്ചു പോകും. അവർ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന ഭാഗത്ത് ഇങ്ങനെ ആ ഒരു ഭാഗം ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാൽ അവരൊന്നുണ്ട് കഴിച്ച് പോയിക്കോളും കേട്ടോ. അപ്പോൾ അതാ ചോറ് പിന്നെ ഞങ്ങളെ വീട്ടിൽ കൂട്ടാനനുസരിച്ച് രാത്രിക്കത്തെ ചോറ് കഴിക്കാം. അപ്പോൾ ചില ദിവസങ്ങളിൽ ഉച്ചക്കത്തെ കൂട്ടാനൊന്നും അത്ര ബാക്കി ഉണ്ടാവില്ല രാത്രികൾക്ക്. അപ്പോൾ കൂട്ടാൻ ബാക്കിയില്ലെങ്കിൽ പിന്നെ അന്ന് ആർക്കും ചോറ് വേണ്ട കേട്ടോ. ചിലപ്പോൾ മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉണ്ടാവില്ല, കറി മാത്രമായിരിക്കും. അങ്ങനത്തെ ദിവസങ്ങളൊന്നും ആർക്കും ചോറ് വേണ്ട കേട്ടോ. അപ്പോൾ അതാണ് ചില ദിവസങ്ങളിൽ ചോറ് അധികം ബാക്കിയാവുന്നത്. എന്നാലും ചോറ് കുറച്ച് വെക്കുന്ന ദിവസങ്ങളിൽ എല്ലാവർക്കും ചോറിന് ആവശ്യമായിരിക്കും ചെയ്യും. അങ്ങനെ അതാ ആ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് വന്നതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ചായ അടിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിച്ചേക്കാണ്ട് പിന്നെ വേഗം ദോശ ചുടാൻ വേണ്ടി നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ കലക്കി ചുട്ടപ്പാണ് കേട്ടോ. നമ്മളെ മലപ്പുറക്കാരെ സ്വന്തം കടിയാണ് തോന്നുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒറ്റക്കാവുന്ന ദിവസങ്ങളൊക്കെ അധികം ഇങ്ങനെ എളുപ്പമുള്ള പണികളൊക്കെയാണ് നോക്കുക ഫുഡ് ഉണ്ടാക്കണൊക്കെ കാര്യത്തിൽ. അപ്പോൾ ഇത് എളുപ്പമാണല്ലോ, ഈ മാവൊന്ന് പൊടിയൊന്ന് കലക്കിക്കാണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ലോ. അപ്പോൾ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ദോശ ഓരോന്ന് ചുട്ട് കഴിഞ്ഞു. ഇനിയിപ്പം കറി ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കണ മുന്നേ ആയിട്ട് ആ ദോശ ചുട്ട ഭാഗങ്ങളൊക്കെ നന്നായിട്ട് നാറിയിട്ടുണ്ടായിരുന്നു, ഓയിൽ തെറിച്ചിട്ടും മാവ് പോയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടേണേ. അതിൻ്റെ ശേഷമാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ കറി ഞാൻ ആദ്യം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം തലേ ദിവസത്തെ മീൻ കറി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. നല്ല തേങ്ങ അരച്ച കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ദോശയ്ക്ക് നല്ല ടേസ്റ്റാണല്ലോ തലേ ദിവസത്തെ തേങ്ങ അരച്ച മീൻ കറിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കറി നോക്കിയില്ല കേട്ടോ. കറി സാധാരണയായിട്ട് കറിയൊന്നും കേട് വരാറില്ല. തലേദിവസം വെച്ച കറികളൊന്നും കേട് വരാറില്ല. അപ്പോൾ ഒരു സമാധാനത്തിൽ ഞാൻ നോക്കിയും ചെയ്തില്ല കേട്ടോ.
പിന്നെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് കറി ചൂടാക്കാൻ വേണ്ടി നോക്കുമ്പോഴായിട്ട് ഒരു സ്മെല്ല് എടുക്കുന്നത്. അപ്പോൾ കറി അങ്ങനെയാണ് നാശമായിരിക്കുന്നത്, കറി കേട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ഉണ്ടാക്കേണ്ടി വന്നു. ദോശ ആയതുകൊണ്ട് കറി ഇല്ലാണ്ടൊന്നും ആർക്കും കഴിക്കാൻ കഴിയില്ലല്ലോ. പുട്ടൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ പഴം എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇത് ദോശ ആയതുകൊണ്ട് കറി നിർബന്ധമാണല്ലോ. അങ്ങനെ അതാ ഒരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഇത് ആദ്യം തന്നെ കറി നോക്കുകയാണെങ്കിൽ ഈ ദോശ ചുടുന്നതിൻ്റെ ഇടയിൽ ഈ തൊലി കളയുന്ന പരിപാടിയും കട്ട് ചെയ്ത് വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യം ശ്രദ്ധിക്കാത്തതുകൊണ്ട് പിന്നെ വീണ്ടും പണിയെടുക്കേണ്ടി വന്ന്. ആദ്യം ചതച്ച് വെച്ച ഇഞ്ചും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടെടുത്തേക്കാണ്ട് ഒന്ന് വാട്ടിയെടുത്തു. അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു കേട്ടോ. അതിനുശേഷം സവാള ഇട്ടെടുത്തേക്കാണ്ട് സവാള ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ, പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതാ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു, മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാണ്ട് നന്നായി വേവിച്ചെടുത്തു കേട്ടോ. ലാസ്റ്റായിട്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ തട്ടിക്കൂട്ട് ദോശയൊക്കെ പറ്റിയൊരു കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ അത് വേറൊരു പാത്രത്തിലേക്ക് പാനിൽ മാറ്റിയെടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം അതാ ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ പിന്നെ ആവശ്യക്കാർ വന്ന് കഴിച്ചോളും. പിന്നെ അതാ ഈ പണീൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്, ഈ പാത്രം കഴുകുക എന്നുള്ളത്. അപ്പോൾ ആവണതിനനുസരിച്ച് പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇങ്ങനെ കൊന്നുകൂടി കിടക്കില്ലല്ലോ. അതതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ലാസ്റ്റായിട്ട് ചൂടാറാൻ വേണ്ടി ദോശക്കല്ലൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ. ചുട്ടപാട് ദോശക്കല്ലൊന്നും കഴുകിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനി ലാസ്റ്റായിട്ട് ഇതാ അരിക്കുള്ള വെള്ളം തീമിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ച് വന്നതിൻ്റെ ശേഷം ഇതാ അരിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അരി തീമട്ടതിൻ്റെ ശേഷം കേട്ടോ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത്. അപ്പം അതിൻ്റെ ഇടയിൽ താത്താൻ്റെ മോളും കാക്കൊക്കെ വന്ന് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടൈം ആയപ്പോഴേക്കും. അപ്പോൾ താത്ത ഉമ്മാനെ കുളിപ്പിക്കാനൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പം എനിക്ക് ഒറ്റയ്ക്കൊന്നും ബാത്റൂമിൽ കൊണ്ടുപോകാൻ കഴിയൂല, അപ്പം അതുകൊണ്ട് വരണം കേട്ടോ താത്ത ഒന്ന് ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താത്ത വന്നപ്പോൾ അമ്മക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കിച്ചണ് താത്താനെ ഏൽപ്പിച്ചിട്ടോ, കൂട്ടാൻ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് താത്ത ഉണ്ടാക്കി തന്നു. അപ്പോൾ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കാണ് അടുക്കളയിൽ കയറുന്നത്. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നേരിട്ടിട്ട് പിന്നെ ചോറിലേക്ക് പോകുന്നത്. അപ്പോൾ തളേന് പൊരിച്ചതും പിന്നെ പലവക മുളക് ഇട്ടതായിരുന്നു കേട്ടോ കറിയായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ വൈകുന്നേരം ആയപ്പം കുറേ പഴം ബാക്കിയുണ്ടായിരുന്നു, കൊടുന്നത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നാശമായി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് പൊരിച്ച് തരാണ്. പഴം പൊരിച്ചാൽ പിന്നെ പച്ചപ്പഴം കഴിക്കണേക്കാളും എല്ലാവർക്കും വേഗം പോകും. ഈ പഴം പൊരിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ വേഗം കണ്ട് കഴിഞ്ഞോളൂ കേട്ടോ പഴം. അപ്പോൾ അതാ പഴം പൊരിച്ചിട്ടുണ്ട്. പിന്നെ അത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ കുടിക്കണ ആ ഒരു ടൈം ആകുമ്പോഴേക്കന്നെ താത്താനെ വിളിക്കാൻ വേണ്ടി താത്താൻ്റെ മോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിക്കാണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്നിക്കാണ്ട് ചായ ഒക്കെ കുടിക്കുകയാണ്. ചായടി കഴിഞ്ഞേക്കതാ താത്ത പോയിട്ടോ, തിരിച്ച് പോയി താത്താൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പം എൻ്റെ മുറിവ് കെട്ടാനുള്ള പേഡോളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെട്ടിയെടുത്തേക്കാണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വെട്ടിയെടുത്തേക്കാണ്ട് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ എൻ്റെ മുറിവ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഒരുപാട് ദിവസത്തിനൊന്നും ഇങ്ങനെ സ്റ്റീം ചെയ്ത് വെക്കാൻ പറ്റില്ല, 2 ദിവസത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളത് വെട്ടി ഉണ്ടാക്കി വെക്കുകയാണ്.
അങ്ങനെ അതൊക്കെ വെട്ടി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി നേരെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം, എന്നിട്ട് വേണം അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാൻ കേട്ടോ, സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതൊക്കെ ഇത് ഇനി 20 മിനിറ്റോളം അങ്ങനെ ആവി കയറ്റിയെടുക്കണം. അതിന് ശേഷം വേണം കേട്ടോ അത് എടുക്കാൻ. അപ്പോൾ 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ ആവി കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മുറിമ ആൻറ്റിബയോട്ടിക് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ്. മിക്സി നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് കിട്ടും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങൾ, എരിവുള്ള സാധനങ്ങളൊക്കെ അരക്കുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് എരിവൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ചുടുവെള്ളത്തിലിട്ടിട്ടും പിന്നെ ഇത് ലിക്വിഡൊക്കെ ഇട്ടിട്ട് നല്ലോണം ക്ലീനാക്കി എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ഗുളിക അതിൽ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഗുളികയൊക്കെ പിന്നെ ഒരു തരി ഇല്ലാണ്ട് അങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിനെ ആശ്രയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഇട്ടിട്ട് കുത്തിയെടുക്കുകയൊക്കെ ആണെങ്കിൽ അത്ര പൊടിഞ്ഞ് കിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ചെടുത്തത്. പിന്നെ ബാക്കിയതിന് ശേഷം മുറിവൊക്കെ കെട്ടി കൊടുത്തേക്കാണ്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണം കൊടുത്തേക്കാണ്ട് വെള്ളം കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ വർത്താനമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ മുഖത്ത് നോക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ വെള്ളം കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തേക്കാണ്ട് കളിപ്പിച്ച് കൊടുത്തേക്കാണ്ടൊക്കെ അങ്ങനെ വെള്ളം കൊടുക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉറക്കവും കഴിയും. അപ്പോൾ മനസ്സൊക്കെയായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് കിച്ചണിൽ കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റായിട്ടുള്ള ഇവിടെ നിന്നൊക്കെ കൊടുത്തിട്ടുള്ള കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്ട് പിന്നെ കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തൊന്ന് ക്ലീനാക്കി ഇടാനുണ്ട്. അപ്പം കിടക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ക്ലീനാക്കി ഇടുമ്പോൾ പിറ്റേന്ന് നമ്മൾ തന്നെയാണല്ലോ ഈ അടുക്കളയൊക്കെ ഇറങ്ങാനുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായി കിടക്കുമ്പോൾ പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് അടുക്കളയ്ക്ക് വരുമ്പോൾ ഒരു സമാധാനമാണല്ലോ. പിന്നെ രാത്രി ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ. അപ്പോൾ രാത്രി ഒന്ന് ടാങ്കിയും കൂടെ നിറച്ചിട്ടാണ് കേട്ടോ പോയി കിടക്കാറ്. അല്ലെങ്കിൽ രാവിലെ എണീറ്റ് വന്നാൽ കറണ്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിക്കാണ്ട്